محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. ആലിമീങ്ങളോട് നമ്മൾ സാധാരണ നിലയിൽ ആലിമീങ്ങളുടെ മുന്നിൽ ഇരിക്കേണ്ടി വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാറുള്ളത്, നമ്മളെല്ലാവരും മുഅല്ലിമീങ്ങളാണ്, മുദർരിസീങ്ങളാണ്, പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ സാധാരണ നമ്മൾ പഠിപ്പിച്ചു വിടുന്ന മുതഅല്ലിമീങ്ങൾ പിറ്റേ ദിവസം ആ പാഠം പഠിച്ചിട്ടുണ്ടോയെന്നറിയാൻ അവരെ ഒന്ന് അല്പം മുകളിലാക്കും. നമ്മൾ താഴെ ഇരിക്കും, അവരെ നിർത്തും. ഇപ്പം ഇവിടെ ഉസ്താദന്മാർ താഴെ ഇരിക്കുന്നു, എന്നെ കസേര ഇരുത്തിയിരിക്കുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം പഠിച്ച പാഠങ്ങളൊക്കെ വന്ന് പഠിച്ചോ ശരിയായിട്ട് പറയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മുകളിൽ ഇരുത്തിയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് സമരം മുകളിലിരിക്കുന്നത് ആ നിലയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാത്ത ഏതെങ്കിലും നിലയിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മാപ്പാക്കണം. അങ്ങനെ ഇരിക്കേണ്ടി വന്നതാണ്. ഏതാണെങ്കിലും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും നമുക്ക് നൽകിയ ഒരു സെലക്ഷനാണ്, നമ്മൾ തെരഞ്ഞെടുത്തതാണ് ദീനിന്റെ ഇൽമിന്റെ വഴിയിലേക്ക്. അള്ളാഹു താല നബിമാരെ തെരഞ്ഞെടുത്തു. അള്ളാഹു താല അതിനെക്കുറിച്ച് പറഞ്ഞത് ഇസ്തിഫാ, ഇജ്തിബാ, തെരഞ്ഞെടുത്തു എന്നുള്ള വാക്കാണ് അള്ളാഹു താല നബിമാർക്ക് വേണ്ടി ഉപയോഗിച്ചത്. അള്ളാഹുവിന്റെ ദാസന്മാരുടെ ഹിദായത്തിന് വേണ്ടി അള്ളാഹു താല പ്രത്യേകമായി തെരഞ്ഞെടുത്ത ഒരു വിഭാഗം അവരാണ് ആലിമീങ്ങൾ, നബിമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫയാണ്. ഇതേ നിലയിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അള്ളാഹു തആല തെരഞ്ഞെടുത്ത ഒരു വിഭാഗം തന്നെയാണ് ഇൽമിന്റെ ആൾക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അതിന്റെ ആശയം ഇത് തന്നെയാണല്ലോ. അതായത് അള്ളാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിക്കുമ്പോൾ ഫഖാഹത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അവരെ തെരഞ്ഞെടുക്കുകയാണ്. വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു ഇസ്തിഫാ, ഒരു ജിത്തിബാവ് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് എല്ലാ സമയത്തും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ തന്നെ ദുആ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും ഉയർന്ന ഒരു അനുഗ്രഹമായി നമ്മളെപ്പോഴും ഓർമ്മ വയ്ക്കുകയും, മാഷാ അല്ലാഹ്, നമ്മളെല്ലാവരും അതിൽ ശുക്റുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ, ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം മക്കളുള്ളവർ, മാഷാ അല്ലാഹ്, അവരെല്ലാം അവരുടെ മക്കളെ, മുതിർന്ന മക്കളുള്ളവർ അവരുടെ മക്കളെ ദീനിന്റെ ഇൽമിന്റെ വഴിയിലേക്ക് കൊടുത്തു കഴിഞ്ഞോ, അല്ലാത്തവര് ആ കൊടുക്കാനുള്ള ആഗ്രഹത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. ഇതൊക്കെ തന്നെയാണല്ലോ ദീനിന്റെ ഇൽമ അല്ലാഹു തആല നമുക്ക് തന്നതിന്റെ ഏറ്റവും വലിയ ശുക്രെന്ന് പറയുന്നത്. പിന്നെ ഈ ദീനിന്റെ ഇൽമിന്റെ വഴിയെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യത്തിന്റെ വഴിയാണ്. 24 ചില അമലുകളുണ്ട്, അതിന്റെ കൂലി 24 മണിക്കൂറും കിട്ടും, മരിക്കുന്നവരെ 24 മണിക്കൂർ കിട്ടിക്കൊണ്ടിരിക്കും. ഉദാഹരണമായിട്ട് താടി എന്ന് പറയുന്ന സുന്നത്ത്, പല സുന്നത്തുകളും എങ്ങനെയുണ്ട്. ഉദാഹരണമായി താടി എന്ന് പറയുന്ന സുന്നത്ത്, അതിന്റെ പ്രത്യേകത എന്താ? അത് വളരുന്നത് മുതൽ മരിക്കുന്നത് വരെ 24 മണിക്കൂറും ആ സുന്നത്തിന്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതേ നിലയിൽ ഏറ്റവും ഉയർന്ന ഒരു കൂലിയുടെ അവകാശികളായി അല്ലാഹു തആല നമ്മെ ആലിമായത് മുതൽ മരണം വരെ അല്ലാഹു തആല നമ്മെ മാറ്റിയിരിക്കുകയാണ്. 24 മണിക്കൂറും ഏറ്റവും ഉയർന്ന പ്രതിഫലം അല്ലാഹു തആല ഇതിന്റെ പേരിൽ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ദീനിന്റെ ഇൽമിന്റെ വഴിയിലേക്ക് അല്ലാഹു അതിന്റെ ഫദ്ല് കൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് ചേർത്ത് അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് നമുക്ക് 24 മണിക്കൂറും ഈ വഴിയിൽ നിൽക്കുന്നതിന്റെ കൂലിയും തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏതാണെങ്കിലും നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, ഒരു അമലിന്റെ പ്രതിഫലം അല്ലാഹു തആല നൽകാൻ രണ്ട് കാര്യങ്ങളാണ്. മൻ
ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. ഇതെങ്ങനെയുള്ള അമലുകളുടെ കൂലി കിട്ടാൻ വേണ്ടി അല്ലാഹു തആല കൊടുക്കുന്ന നിബന്ധന രണ്ട് കാര്യങ്ങളാണ്, ഈമാനും വഹ്തിസാബും. അപ്പൊ ഈമാൻ, മാഷാ അല്ലാഹ്, ഈമാന്റെ പരിശ്രമത്തിന്റെ വഴിയാണ് തബ്ലീഗ് ദഅവത്തിന്റെ പരിശ്രമം. ഈ പരിശ്രമത്തിന്റെ ലക്ഷ്യം തന്നെ അള്ളാഹുമായിട്ട് നമുക്കുള്ള ബന്ധം ശരിയാക്കുക, അള്ളാഹുവിനുള്ള ശരിയായ യഖീൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുക, നമ്മുടെ നാവ് കൊണ്ട് നാം പറഞ്ഞ കലിമ അതിന്റെ ഹഖീഖത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കുക. ഇതാണുള്ള ദഅവത്ത് തബ്ലീഗിന്റെ പരിശ്രമത്തിന്റെ ലക്ഷ്യം തന്നെ. മാഷാ അല്ലാഹ്, നമ്മളെല്ലാവരും ആ പരിശ്രമത്തിന്റെ വഴിയിലുള്ളവരാണ്. അതുകൊണ്ട് ഈമാൻ, മാഷാ അല്ലാഹ്, ആ പരിശ്രമം നമുക്ക് നേടിക്കഴിഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കാനുള്ള വഴിയിലാണ്. രണ്ടാമത് ഇഹ്തിസാബാണ്. അതായത് ഓരോ അമലിലും അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നമുക്ക് നൽകുന്നത് എപ്പോഴാണ്? അതിലുള്ള ശരിയായ നിലയിൽ അതിലുള്ള പ്രതിഫലത്തിലുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോഴാണ്. അപ്പോ പ്രതിഫലത്തിന്റെ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ, ഒരു അമൽ ചെയ്യുമ്പോൾ അല്ലാഹ് എന്താ തരുന്നത്, അതിന്റെ പ്രതിഫലത്തിന്റെ ആഗ്രഹം ഹൃദയത്തിൽ ഉണ്ടാകുക. ദീനിന്റെ ഇൽമിന്റെ വഴിയിൽ നിലകൊള്ളുന്നത്, ആലിമായി നിലകൊള്ളുന്നതിന്റെ ഇഹ്തിസാബ് നമ്മുടെ ഹൃദയത്തിൽ വരാൻ അതിന്റെ ഫളായിലുകൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. പക്ഷെ അതാ നമുക്കെല്ലാം അറിയും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആലിമീങ്ങളോട് ഒരിക്കലും ഇന്നത്തെ കാലത്ത് ഇപ്പൊ സാധാരണക്കാരോട് ഒരു പറ്റിയ, പിന്നെ ആലിമീങ്ങളോട് എന്താണെങ്കിലും അറിയില്ലാത്ത കാര്യം, അവർക്ക് അറിയില്ലാത്ത കാര്യം പറയാനേ ഇല്ല. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ എങ്കിലും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുമ്പോഴാണല്ലോ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുക. അപ്പോഴാണല്ലോ ഇഹ്തിസാബ് അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ ആയിത്തീരുക. ഇഹ്തിസാബിൽ ഏറ്റവും ഉയർന്ന ഒരു കാര്യം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുന്യാവിനെ മുഴുവൻ രണ്ടാക്കി തിരിച്ചു. ഒന്ന് അള്ളാഹുവിന്റെ ശാപമുള്ളത്, മറ്റൊന്ന് അള്ളാഹുവിന്റെ ശാപമില്ലാത്തത്. അള്ളാഹു എത്ര വലിയ ഫളലാണ് ചെയ്തത്. ശാപമില്ലാത്ത വെറും 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് ഈ പാവങ്ങളായ നമ്മളെ അള്ളാഹു തആല എടുത്തിട്ടു. അള്ളാഹുവിന്റെ ശാപമില്ലാത്ത വെറും ദുന്യാവിൽ 4 ഉള്ളെന്ന് പറഞ്ഞ് ആ 4ലേക്ക് അള്ളാഹു തആല നമ്മെ ചേർക്കുകയും ചെയ്തു. പിന്നെ ലോകത്ത് ഏതെങ്കിലും ഒരു വഴിയിലൂടെ നടക്കുന്നവർ നേരെ സ്വർഗത്തിലേക്ക് എത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ അള്ളാഹു നമ്മൾ നടക്കുന്ന വഴിയെക്കുറിച്ചാണ് അള്ളാഹു താല അത് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, വഴിയിലേക്ക് അള്ളാഹു താല നമ്മെ നടത്തുകയും ചെയ്തു. ലോകത്ത് നമ്മൾക്കൊക്കെ അറിയാം, ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു മോൻ അവൻ ഏറ്റവും നല്ല ബുദ്ധിമാനായിട്ട് വളരുകയാണെങ്കിൽ, നമ്മുടെ അവസ്ഥയല്ല, നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ് നമ്മുടെ മോനെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും അവനെ ദീനിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി വിടും. അവനെ ആലിമാക്കും, ഹാഫിളാക്കും, ആലിമാക്കും, മുഫ്തിയാക്കും. ഇതേ നിലയിൽ ഏറ്റവും ഉയർന്ന ഇൽമിന്റെ വഴിയിലേക്ക് വിടും. ഏതെങ്കിലും ഒരു സാധാരണക്കാരുടെ വീട്ടിൽ ഏറ്റവും ബുദ്ധിമാനായ ഒരു കുട്ടി ജനിച്ച് വളരുകയാണെങ്കിൽ അവനെക്കുറിച്ച് അവരുടെ ഒരു സ്വപ്നം ഉണ്ടായിരിക്കും. എന്താ? അവനെ ഡോക്ടറാക്കണം. ആദ്യം അവരുടെ മനസ്സിൽ വരുന്നത് അത് അവനൊരു ഡോക്ടറാക്കണം. ഒരാള് ഡോക്ടറാകണമെങ്കിൽ എന്ത് വേണം? ഡോക്ടറാകണമെങ്കിൽ നീണ്ട വർഷത്തെ പഠനം അതൊക്കെ കിടന്നോട്ടെ. ഇപ്പൊ ഒരാള് ഡോക്ടറാകണമെങ്കിൽ ഡോക്ടറായി ഒരാള് നീണ്ട വർഷങ്ങളുടെ ത്യാഗം. സാധാരണ പറയാറുള്ള മെഡിക്കൽ കോളേജിന്റെ പ്രത്യേകതയാണ് അവിടെ പ്ലേ ഗ്രൗണ്ട് കാണുകയല്ല. പ്ലേ ഗ്രൗണ്ട് ഇല്ലാത്ത സ്ഥലമാണ്. കാരണം അത്രയും അവരെ ഇടിച്ചിട്ട് പഠിപ്പിക്കുകയാണ്. ഒരിക്കലും വിശ്രമമില്ല. ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ദുന്യാവിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡാണ്. ഈ മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡിൽ നീണ്ട 5 വർഷം ദിവസം 18 മണിക്കൂറൊക്കെ ചെലവഴിക്കേണ്ടി വരുന്ന വിഭാഗമാണ് മെഡിസിൻ പഠിക്കുന്നവർ. ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇവർ ബന്ധപ്പെടുന്നതോ ശവങ്ങളും ഇതൊക്കെ ആയിട്ടൊക്കെയാണ്. അവർക്ക് പഠിക്കാനുള്ളത് എല്ലാ ശവങ്ങളിലൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇതൊക്കെ കഴിഞ്ഞു പിന്നീട് അടുത്ത പേജിക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു 3 വർഷം കൂടി ഇത് തന്നെയാണ് അവർ അനുഭവിക്കേണ്ടി വരിക. ഇതെല്ലാം കഴിഞ്ഞ് ഒരാൾ ഡോക്ടറായി കഴിഞ്ഞെങ്കിലോ രാവിലെ അയാൾ അവിടെ കയറി ഇരിക്കുക. അയാൾ ചികിത്സിക്കാൻ വേണ്ടി 1ാമത്തെ രോഗി വന്നിട്ട് പറയും, ഡോക്ടർ ഭയങ്കര തലവേദന, രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. അയാളുടെ മുഴുവൻ ടെൻഷനും ഡോക്ടറുടെ മുന്നിൽ ഇറക്കി വെക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് അയാൾ പോയി. 2ാമത്തെ ആൾ വരും, ഡോക്ടർ മുട്ടിന് ഭയങ്കര വേദന, ഒരാഴ്ചയായിട്ട് നടക്കാൻ കഴിയുന്നില്ല, ചട്ടിച്ചട്ടിയത്. 2ാമത്തെ ആള് 3ാമത്തെ ആള് വന്നിട്ട് പറയും, ഡോക്ടറെ രുചി അറിയുന്നില്ല, എന്ത് സാധനം കഴിച്ചാലും രുചി അറിയും. ഇങ്ങനെ നമുക്കറിയാം, ഒരു ഡോക്ടറുടെ മുന്നിൽ രാവിലെ 8 മണി മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഡോക്ടറുടെ മുന്നിൽ വരുന്നതെല്ലാം എന്താ? നാട്ടിലുള്ള ഏറ്റവും ടെൻഷൻ പിടിച്ച ആൾക്കാരുടെ വളിച്ച മുഖവും ഏറ്റവും വേദനയേറിയ പ്രശ്നങ്ങളുമല്ലാതെ ഒരു ഡോക്ടർക്ക് ഒരിക്കലും കേൾക്കാൻ കഴിയില്ല. അതേസമയം ദീനിന്റെ ഇൽമിന്റെ വഴിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്ന നമ്മുടെ അവസ്ഥയോ?
പക്ഷെ അതെല്ലാവരും ചിരിച്ചുകൊണ്ട് സമീപിക്കുന്ന, ദുന്യാവിലെ ഏറ്റവും രുചികരമായ ആഹാരം എല്ലാവരും കൊണ്ടുവന്ന് തരുന്ന ഒരു വിഭാഗമാക്കി അള്ളാഹു തആല നമ്മളെ മാറ്റി. അവര് പഠിക്കുന്ന സാധനം, ഡോക്ടേഴ്സൊക്കെ, മെഡിസിനിന്റെ ഫീൽഡിലുള്ള ആൾക്കാര്, അവർ തൊടുന്ന സാധനങ്ങൾ, അവർക്ക് ബന്ധപ്പെടേണ്ട സാധനം എന്താ? മലം, മൂത്രം, കഫം, ഇങ്ങനത്തെ കുറെ ഐറ്റംസ് ആണ്, രക്തം, ഇതൊക്കെ. അതൊക്കെ തൊട്ടാ കൈ കഴുകണം. അതേസമയം നമ്മുടെ പ്രത്യേകത എന്താ? നമ്മൾ ഏത് സാധനത്തിനാണ് തൊടേണ്ടത്, ആ സാധനം തൊടണമെങ്കിൽ ഒന്നും ഉണ്ടാകണം. പക്ഷെ അള്ളാഹു തആല നമ്മൾ ഇത്രയും ശ്രേഷ്ഠമായ ഒരു വഴിയിലേക്ക് നമ്മെ എത്തിച്ചു. ഇതിന്റെ ഇഹ്തിസാബ്, ഇതിന്റെ ശുക്ർ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുക. ശുക്ർ എങ്ങനെ നിർവഹിക്കുക? നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ ദുഹായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത 3 അനുഗ്രഹങ്ങൾ പറഞ്ഞു. അലം യജിദക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന. 3 അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോ ഇവിടെ ഈ 3 അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് എങ്ങനെയാണ് ശുക്ർ ചെയ്യാൻ അല്ലാഹു തആല പറഞ്ഞത്? നമ്മൾ ശുക്ർ എന്ന് പറയുമ്പോൾ, നമ്മളല്ല, ശുക്ർ എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ മനസ്സിലാക്കുന്നത് എന്താ? പള്ളിയുടെ മൂല പോയിരുന്ന അൽഹംദുലില്ലാ 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 സുബ്ഹാന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ശുക്റാകുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ശുക്റിന്റെ ഹഖീഖത്ത് എന്താണെന്ന് ഈ സൂറത്തിലൂടെ അല്ലാഹു തആല മനസ്സിലാക്കി തരികയാണ്. തൊട്ടടുത്ത ആയത്തുകളിലൂടെ 3 അനുഗ്രഹങ്ങൾ പറഞ്ഞു. ഇനി ഈ 3 അനുഗ്രഹങ്ങളുടെ ശുക്ർ എന്താണ്? പിന്നെ അലം യജിദക യതീമൻ ഫആവ, താങ്കൾ യതീമായിരുന്നു, ആ അവസ്ഥയിൽ അല്ലാഹു തആല അബ്ദുൽ മുത്തലിബിനെ കൊണ്ട്, അബൂ താലിബിനെ കൊണ്ട്, ഖദീജ റളിയല്ലാഹു അൻഹയെ കൊണ്ടെല്ലാം താങ്കൾക്ക് അഭയം നൽകി. അപ്പോൾ അതുകൊണ്ട് അമ്മൽ യതീമു ഫലാ തഖ്ഹർ, താങ്കളുടെ കയ്യിൽ യതീമ് വരികയാണെങ്കിൽ അവനെ അടക്കി ഭരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമിനോട് പെരുമാറിയ അവസ്ഥ നമുക്കറിയാം. യതീമായിട്ട് എത്തിയ യതീമിനെ പോലെ എത്തിയ സെയ്ദ് ഇബ്നു ഹാരിസയോട് പെരുമാറിയത് എങ്ങനെയാ? അവസാനം സ്വന്തം ഉമ്മയും സ്വന്തം പിതാവും പിതാവിന്റെ സഹോദരനും കൂടി വന്ന്, മോനെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കിയിട്ട് അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി പറയുന്ന ഒരു അവസ്ഥ. ഇതാണ് ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയ രീതി. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യതീമിനോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. പിന്നെ അമ്മ സായില ഫലാ തൻഹർ വജദക ആയിലൻ ഫഅഗ്ന, താങ്കൾ ദരിദ്രനായിരുന്നു, താങ്കളെ സമ്പന്നനാക്കി. ഓർക്കാതെ അർത്ഥം പറഞ്ഞു പോകുന്നത് കേട്ടോ, ഞാൻ പറയാതെ ശ്രദ്ധിക്കുമ്പോഴും ഇടയ്ക്ക് വരുന്നത് ഈ അവാമിനോട് സംസാരിക്കുന്ന ഓർമ്മയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതാണ്. ശരി, വജദക ആയിലൻ ഫഅഗ്ന. ഇതിന്റെ ശുക്ർ എന്താ? അമ്മ സായില ഫലാ തൻഹർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖാല ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ചോദിച്ചു വരുന്ന ഒരാളോട് പോലും തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മ ബിനിഅമത്തി റബ്ബിക, അല്ലാഹു തആല താങ്കൾക്ക് നൽകിയ ദീനും ഇൽമുമാകുന്ന അനുഗ്രഹം, ഇതിന്റെ ശുക്ർ എന്താ? ഫഹദ്ദിസ്, ഇതിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളുടെ ശുക്ർ ചെയ്യേണ്ട രീതി പറഞ്ഞു തന്നത് ഏത് വഴിയിലൂടെ അനുഗ്രഹം കിട്ടിയോ ആ വഴിയിലൂടെ ശുക്ർ ചെയ്യണമെന്നാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ ശരിയായ ശുക്ർ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല യാത്രയാക്കാൻ ഒരുങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. കഅബ പണിത ശേഷമുള്ള ദുആ, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, 3 ഗുണങ്ങളുള്ള ഒരു നബിയെ നീ യാത്രയാക്കണേ. നമുക്കറിയാം ഈ ആശയത്തിലുള്ള ആയത്ത് പരിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്തുണ്ട്. സൂറത്തുൽ ജുമുഅ അവസാനമായി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാത്രയാക്കിയ ശേഷം അല്ലാഹു തആല പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീൻ റസൂലൻ മിൻഹും. ഉമ്മിയെ നിസ്ബത്തുൽ ഇലാ ഉമ്മുൽ ഖുറാ അയ്ദൻ. അപ്പൊ എങ്ങനെയാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്കാരിലേക്ക്, ഉമ്മിയങ്ങളിലേക്ക് ഒരു നബിയെ യാത്രയാക്കി. ആ നബിയുടെ പ്രത്യേകത എന്താ? 3 ഗുണങ്ങളാണ്. യത്ലു അലൈഹിം ആയാതിക്, പിന്നെ വയുസക്കീഹിം, യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം. 3 കാര്യങ്ങളാണ് ഈ നബിക്ക് നിർവഹിക്കാനുള്ളത്. ഒന്ന്, പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതുക. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? നമ്മുടെ നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ നല്ലത് വലിയ ആലിമ്യങ്ങൾ അതിനെന്താണ് വ്യാഖ്യാനം കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. മൗലാന മുഹമ്മദ് ഇല്യാസ് അവർ എനിക്ക് ദീനി ദഅവത്ത്, ഈ കിതാബ് നമുക്കൊക്കെ അറിയാം. മൗലാന അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി, ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അവസാന നാളുകളിൽ നിസാമുദ്ദീൻ മർക്കസിൽ താമസിച്ച് എഴുതിയ കിതാബാണ് മൗലാന മുഹമ്മദ് ഇല്യാസ് അവർക്ക് ദീനി ദഅവത്ത്. ഇതിന്റെ ആമുഖം 2 മഹാന്മാരാണ് എഴുതിയിരിക്കുന്നത്, മൗലാന മൻസൂർ റഹ്മാനി,
അതേ നിലയിൽ മൗലാന അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹിയുടെ ഉസ്താദായ അല്ലാമ സയ്യിദ് സുലൈമാൻ നദ്വി, ഈ രണ്ട് ആലിമീങ്ങളാണ്. ഈ അല്ലാമ സയ്യിദ് സുലൈമാൻ നദ്വി ആരായിരുന്നു? നമുക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ദാറുൽ നദ്വത്തുൽ ഉലമയുടെ സ്ഥാപകരിൽപ്പെട്ട ഒരാളാണ് അല്ലാമ സയ്യിദ് സുലൈമാൻ നദ്വി. ദാറുൽ നദ്വത്തുൽ ഉലമയുടെ പ്രഥമ വിദ്യാർത്ഥിയാണ്, ആദ്യ വിദ്യാർത്ഥിയാണ്. അപ്പോ ആദ്യത്തെ സന്നദ്ധാന സമ്മേളനം നടക്കുമ്പോ സാധാരണ ഫാരിയങ്ങൾ സംസാരിക്കുമല്ലോ, പ്രസംഗിക്കുമല്ലോ. അല്ലാമ സയ്യിദ് സുലൈമാൻ നദ്വിയുടെ പ്രസംഗം ഇങ്ങനെ കുറെ ആയപ്പോ സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞ്, നല്ല ഘനഗംഭീരമായ പ്രസംഗം. ആരോ പറഞ്ഞ് ഇതൊന്നിരുന്നുമല്ല ദാറുൽ നദ്വത്തുൽ ഉലമ ഉണ്ടാക്കിയത്, അതെ അറബിയിൽ കഴിവുള്ള ആലിമ്യങ്ങളെ തയ്യാറാക്കാനാണ്, അതുകൊണ്ട് അറബിയിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ സംസാരിച്ചുകൊണ്ടിരുന്ന സയ്യിദ് സുലൈമാൻ നദ്വി നേരെ സംസാരം അറബിയിലേക്കാക്കി. അന്നേരം ആരപ്പുറത്തുനിന്ന് പറഞ്ഞ്, അത് നിങ്ങൾ ഇത്രയും നേരം പ്രസംഗിച്ചു വന്ന വിഷയമല്ല, തയ്യാറായി വന്ന വിഷയം, അതൊന്നും വരെ വിഷയം ഞങ്ങൾ തരും, ആ വിഷയത്തിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ആരോ വിഷയം കൊടുത്തു. ആ വിഷയത്തിൽ അല്ലാമ സയ്യിദ് സുലൈമാൻ നദ്വിയുടെ പ്രസംഗം കഴിഞ്ഞ് സദസ്സാകെ കോരിത്തെരിച്ചുപോയി. ദാറുൽ നദ്വത്തുൽ ഉലമയുടെ സ്ഥാപകരിൽപ്പെട്ട പ്രധാനിയും അതേ നിലയിൽ ദാറുൽ നദ്വത്തുൽ ഉലമയിലെ ഏറ്റവും പ്രധാന ഉസ്താദുമായിരുന്ന ഇദ്ദേഹത്തിന്റെ ഉസ്താദെ ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ തലപ്പ ഊരി ശിഷ്യനായ അല്ലാമ സയ്യിദ് സുലൈമാൻ നദ്വിയുടെ തലയിൽ വെച്ചു കൊടുത്തു. ഇത്രയും വലിയ കഴിവുള്ള മഹാനാണ് അദ്ദേഹം. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. ഏതാണെങ്കിലും അല്ലാമ സയ്യിദ് സുലൈമാൻ നദ്വി ഈ കിതാബിന്റെ ആമുഖത്തിൽ അതിന് കൊടുത്ത ഒരു വിശദീകരണമുണ്ട്. യത്ലു അലൈഹിം ആയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി ജനങ്ങളെ അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്യുക. അപ്പോൾ 3 കാര്യങ്ങളാണ് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത ജോലികൾ. ഒന്ന് യത്ലു അലൈഹിം ആയാത്തി, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി അള്ളാഹുലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും അവരെ പഠിപ്പിക്കുക. കിതാബും സുന്നത്തും, കിതാബും ഹദീസും അവരെ പഠിപ്പിക്കുക. ഖുർആനും ഹദീസും പഠിപ്പിക്കുക. നമുക്കറിയാം ഖുർആനും ഹദീസും അത് സഹീഹുൽ ബുഖാരി പഠിപ്പിക്കുന്നവരും ജലാലയും പഠിപ്പിക്കുന്നവരും എല്ലാം അതിന്റെ മിസ്താഖാകും. എന്നാൽ നമ്മുടെ താഴെയുള്ള നൂറാനി കായിദ, ചെറിയ കായിദ പഠിപ്പിക്കുന്നവർ അതിന്റെ ഏറ്റവും വലിയ മിസ്താഖാണ്. കാരണം എന്താ? നമ്മളെ പോലെയുള്ള പാവങ്ങള് ഈ ചെറിയ 1-ാം ക്ലാസ്സിലെ കായിദ പഠിപ്പിച്ച് വിട്ടിട്ടില്ലെങ്കിൽ ഈ വലിയ വലിയ ഉസ്താദന്മാർക്ക് ബുഖാരി മുസ്ലിം പഠിപ്പിക്കുന്ന ശിഷ്യന്മാരെ കിട്ടുമോ? അതുകൊണ്ട് ഈ താഴെ കായിദ മുതൽ അവസാനം ബുഖാരിയും മുസ്ലിമും പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ വരെ ഇതിന്റെ മിസ്താഖാണ്. വയ്യാലുൽ കിതാബ വൽ ഹിക്മ വൈസക്കീഹും, ആ ജനങ്ങളെ സംസ്കരിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ലോകത്തെ നിർവഹിക്കാൻ കൊടുത്ത ഉത്തരവാദിത്തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയ, ആലിമീങ്ങൾ നബിമാരുടെ അനന്തരാവകാശികളാണ്. അപ്പൊ അനന്തരാവകാശികം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പണത്തിന്റെയും കാശിന്റെയും ഒന്നും അനന്തരാവകാശമല്ല, ഇൽമിന്റെ അനന്തരാവകാശമാണ്. അപ്പോൾ ഇൽമിന്റെ പേരിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത ഈ 3 ഉത്തരവാദിത്തങ്ങൾ അത് വാരിസ്യങ്ങളായ ആലിമീങ്ങളുടെ വാരിസ്യങ്ങളായ നമ്മുടെ മേലും അതേ നിലയിൽ ബാധ്യതയാകുകയാണ്. മാഷാ അല്ലാഹ്, ആലിമീങ്ങൾ ആ ഉത്തരവാദിത്തം 3 ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ ഒരുപക്ഷെ അവർ വലിയ കഴിവൊന്നുമുള്ളവരായിരുന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് ലോകത്ത് വലിയ ഇൻഖിലാബുകൾ, വലിയ വലിയ മാറ്റങ്ങൾ അല്ലാഹു തആല ആലിമീങ്ങളെ കൊണ്ടുണ്ടാക്കി. എപ്പോഴാണ് ആലിമീങ്ങളെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായത്? അപ്പോൾ അല്ലാഹു തആല അവരെ കൊണ്ട് ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ആലിമീങ്ങൾ ഈ വിഷയത്തിൽ അല്പം അശ്രദ്ധരായപ്പോഴോ അവാമിന്റെ കയ്യിലൂടെ തന്നെ ഏത് അവാമിൽ നിന്നും അവർ അശ്രദ്ധരായോ അതേ അവാമിന്റെ കൈ ഇവരുടെ നാശത്തിന്, ഈ ആലിമീങ്ങളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്തു. ഒരു കാലത്തെ ബുഹാറ, സമർക്കന്ത് ഇതേ നിലയിലുള്ള നാടുകൾ, റഷ്യൻ നാടുകൾ, പിന്നെ അത് ഒരു കാലത്ത് ഇൽമിന്റെ വലിയ വലിയ മർക്കസുകളായിരുന്നു, വലിയ വലിയ കേന്ദ്രങ്ങളായിരുന്നു. പക്ഷേ ആ നാടുകളിലേക്ക് കമ്മ്യൂണിസം അടിച്ചു കയറി. കമ്മ്യൂണിസം അടിച്ചു കയറുന്ന രീതി നമുക്കറിയാം. വളരെ സിമ്പിളായ നിലയിൽ ജനങ്ങളോട് വന്നിട്ട് ചോദിക്കും, നിങ്ങളെ വയലിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നു. ഞാൻ ഈ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ ഈ ചുവപ്പ് കൊടിയെക്കുറിച്ചല്ല ഉദ്ദേശം, ഇസത്തെക്കുറിച്ച്, ആശയമാണ് ഉദ്ദേശം. ആ പേരിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. നമ്മുടെ ഒരു ഇസത്തെക്കുറിച്ച്, ഒരാശയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിസം എന്ന് കയറുന്നത് എങ്ങനെയാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ പണിയെടുക്കുന്നതാരാ? ഞങ്ങളാ പണിയെടുക്കുന്നത്. എന്നിട്ട് പണിയെടുക്കുന്ന ഈ വയലിൽ നിന്നുള്ള വരുമാനമല്ല ആരാ കൊണ്ടുപോകുന്നത്? അത് മുതലാളിമാര് കൊണ്ടുപോകും. നിങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾക്ക് കുറച്ചെന്തെങ്കിലും കൂലി തരും. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ആരാ കൂടുതല്?
മുതലാളിമാരാണോ തൊഴിലാളികളാണോ? പറയും ഞങ്ങള് 100,000 തൊഴിലാളികളുണ്ട്, ഒരു 10-30 മുതലാളിമാർ കാണുമെന്ന് പറയും. ഈ 1000 തൊഴിലാളികൾ ഒരുമിച്ച് കൂടിയിട്ട് 10-30 മുതലാളിമാരെ അനുസരിക്കേണ്ട എന്താ ആവശ്യം എന്ന് പറഞ്ഞ് അവരുടെ വികാരം ആളിക്കത്തിച്ച് അവര് മുതലാളിമാർക്കെതിരെ തിരിച്ചുവിടുന്ന ഒരു സംവിധാനം. ഈ സംവിധാനം പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ല ആകർഷണീയമായുള്ള, അതുകൊണ്ട് വളരെ പെട്ടെന്ന് യുവാക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇത് കയറി പിടിച്ചു, ആളി ഇങ്ങനെ ഈ തീ ഇങ്ങനെ ആളി കത്തുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ കമ്മ്യൂണിസം ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അങ്ങോട്ട് കയറിപ്പിടിച്ചു. കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനമാണല്ലോ അള്ളാഹുവിനെ അംഗീകരിക്കാതിരിക്കുക, മതനിരാസം, ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാനങ്ങളാണല്ലോ. അപ്പൊ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, അതായത് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഉയർന്ന നിലയിൽ സഹാബാക്കളുടെ കാലഘട്ടത്തിന് ശേഷം ഇൽമുൽ ഹദീസിന്റെ ചർച്ച ഏറ്റവും ഉയർന്ന നിലയിൽ ഏറ്റവും വ്യാപകമായി ഏറ്റവും കൂടുതൽ നടന്നിരുന്ന നാടുകൾ ഏതായിരുന്നോ ആ നാടുകളിലേക്കാണ് കമ്മ്യൂണിസം കയറി വന്നപ്പോൾ അവര് ഏത് അഴാമാണോ ആലിമ്യങ്ങളെ എല്ലാ നിലയിലും അവർക്ക് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും ചെയ്തിരുന്നത്, ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈ ആലിമ്യങ്ങളുടെ കഴുത്ത് വെട്ടുന്നവരായ നിലയിൽ ഈ അവാമ മാറി. എപ്പോഴാണ് പരിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും ഇൽമിൽ നിരതമായി ചർച്ചയിൽ നിരതരായി കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം ആലിമ്യങ്ങൾ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന അവാമിന്റെ വിഷയത്തിൽ ഒരല്പം അശ്രദ്ധരായപ്പോൾ സംഭവിച്ചതാണ്. അവാമിന്റെ പ്രത്യേകത എന്താ? പൊതുജനങ്ങളുടെ പ്രത്യേകത, അവരിൽ നിന്ന് നമ്മളൊരല്പം അശ്രദ്ധമാകുകയാണെങ്കിൽ അവർ ജീവിതത്തിന്റെ ഏതോ അവസ്ഥയിലേക്ക് പോകും. അതേസമയം ആലിമ്യങ്ങളുടെ ഒരല്പം ശ്രദ്ധ അവാമിനെ കുറിച്ച് ഉണ്ടാകുകയാണെങ്കിലോ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി തബ്ലീഗിന്റെ പരിശ്രമം ഇങ്ങനെ ആരംഭിച്ചു വരുന്ന സമയത്ത് അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് തബ്ലീഗിന്റെ പരിശ്രമം അക്കാലത്തുള്ള പല ആലിമ്യങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലായില്ല. അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആലിമാണ്. അദ്ദേഹത്തിന് അത് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഥാനവി റഹ്മത്തുള്ളാഹി പരിശ്രമത്തെ ചെറുതായിട്ട് വിമർശിക്കാൻ തുടങ്ങി. ഇത് ഇല്യാസ് റഹ്മത്തുള്ളാഹി അറിഞ്ഞപ്പോൾ ഇല്യാസ് റഹ്മത്തുള്ളാഹി ഥാനാഭവൻ, അദ്ദേഹം താമസിക്കുന്ന ഥാനാഭവന്റെ ചുറ്റുഭാഗത്തുള്ള ഗ്രാമങ്ങളിലേക്ക്, ചെറിയ ചെറിയ ഗ്രാമങ്ങളിലേക്ക് ജമാഅത്തുകളെ അയച്ചു. അപ്പോ അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ വൈകുന്നേരമാകുമ്പോൾ ആ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആൾക്കാര് ഇങ്ങനെ തസ്കിയത്തിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടുന്നവരാ. വൈകുന്നേരം വന്നപ്പോ ഒരാൾ പറഞ്ഞ്, ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ തബ്ലീഗുകാരുണ്ടായിരുന്നു മഗ്‌രിബിന്, അവര് മഗ്‌രിബിന് മുമ്പ് ഗസ്റ്റ് നടത്തി. ഞങ്ങളുടെ നാട്ടിൽ സാധാരണ മഗ്‌രിബ് നിസ്കരിക്കാൻ 5-6 പേര് കാണുന്നതാ. ഇന്നലെ മഗ്‌രിബ് നിസ്കരിക്കാൻ 500 പേര് ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്നേ. അപ്പൊ അടുത്തയാൾ പറഞ്ഞ്, ഞങ്ങളുടെ നാട്ടിൽ തബ്ലീഗുകാർ വന്ന് ഗസ്റ്റ് നടത്തി. അങ്ങനെ ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ സാധാരണ ഇശാ നിസ്കരിക്കാൻ 10 പേര് കാണുന്നതാ. ഇന്നലെ ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ ഇശാ നിസ്കരിക്കാൻ 800 പേരുണ്ടായിരുന്നു. മൂന്നാമത്തെ ആൾ പറഞ്ഞ്, ഞങ്ങളുടെ നാട്ടിൽ ഇന്നലെ അസ്റിന് വരുമെന്ന് ഗസ്റ്റ് നടത്തി. സാധാരണ 3-4 പേര് കാണുന്നതാ. ഇന്നലെ അസ്ർ നിസ്കരിക്കാൻ 400 പേരുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരുത്തര് 2-3 ദിവസങ്ങളിലായിട്ട് പലരും വന്ന് ആ ജമാഅത്തുകൾ പ്രവർത്തിച്ചതിന്റെ കാർഗുസാരി ഥാനവി റഹ്മത്തുള്ളാഹിയോട് പറയാൻ തുടങ്ങി. ഥാനവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ആ ജമാഅത്തിനെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ആ ജമാഅത്ത് വന്നപ്പോ ഥാനവി റഹ്മത്തുള്ളാഹി ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രവർത്തന രീതി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, ഞങ്ങള് പ്രവർത്തിക്കുന്ന രീതി ഇതാണ്, പക്ഷെ ഇവിടെ വരികയാണെങ്കിൽ ഹസ്രത്ത് പറയുന്ന പോലെ പ്രവർത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എങ്കിൽ 2 കാര്യങ്ങൾ. അന്ന് ജമാഅത്തുകൾക്ക് ആഹാരം സ്വീകരിക്കാൻ അനുവാദമില്ല. ആരിൽ നിന്ന് സ്വന്തമായിട്ട് ആഹാരം കഴിച്ചോണം. അന്ന് ജമാഅത്തുകൾ ചെയ്യുന്നു അങ്ങനെ കടല് വറുത്ത് തുണിയുടെ അറ്റത്ത് കെട്ടിയിട്ടുകൊണ്ട് പോകും. അതാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം കഴിക്കുന്നത്, അത് മാത്രമാണ്. അങ്ങനെയൊക്കെയാണ് ആദ്യകാലത്ത് ജമാഅത്തുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോ പറഞ്ഞ്, ഞങ്ങളുടെ അടുക്കൽ ആഹാരമുണ്ട്. എന്നിട്ട് പറഞ്ഞു, അത് ഒക്കെ അവിടെ ഇരുന്നോട്ട് ഞാൻ തരുന്ന ആഹാരം കഴിക്കണം, ബാക്കിയെല്ലാം നിങ്ങൾ സാധാരണ പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെ. അപ്പോ ഥാനവി റഹ്മത്തുള്ളാഹി അവിടെ ജമാഅത്തിനെ താമസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മോൻ അല്ലാമ ലഫർ അഹമ്മദ് ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിച്ചിട്ട് ഇവരുടെ റഹ്ബറാക്കി വിട്ടു. ലഫർ അഹമ്മദ് ഥാനവിയെ നമുക്കറിയാമായിരിക്കും. ഹനഫി മദ്ഹബിലെ ദലായിൽ, ഹനഫി മദ്ഹബിന്റെ മസായിലിന്റെ ദലായിലുകൾ ഏകദേശം 20ഓളം മുജല്ലദുകളിലാക്കി ഒരുമിച്ച് കൂട്ടിയ വലിയ മഹാനാണ്. ഇലാഹു സുനൻ എന്ന് പറയുന്ന കിതാബിന്റെ ബൃഹത്തായ കിതാബിന്റെ മുഅല്ലിഫാണ്. അദ്ദേഹത്തെ ഇവരുടെ റഹ്ബറാക്കി വിട്ടു. അപ്പോ ഇവരിങ്ങനെ ഗസ്റ്റിന് വേണ്ടി ഇറങ്ങി ഥാനാഭവനിലെ ആ ഖാൻഖാഹിന്റെ മുന്നിലുള്ള 1ാമത്തെ വീട്ടിൽ പോയി. ഉറുദുകാരുടെ ഗസ്റ്റിന്റെ രീതി നമുക്കറിയാമല്ലോ. ഏതെങ്കിലും വീട്ടിൽ പോയി അഹമ്മദ് ഭായ് ഇത് രാജാവ് എന്ന് പറയും. അപ്പൊ ഇതാണ് അവരുടെ രീതി. ഇപ്പൊ വീടിന് മുന്നിൽ പോയിട്ട് ഇങ്ങനെ മുട്ടും.
മുട്ടിയിട്ട് പറഞ്ഞ അഹമ്മദ് ഭായ് ഇത് രാജാവ്. അഹമ്മദ് ഭായ് ഇറങ്ങി വന്നേ. അപ്പൊ പഴയ കാലത്തുള്ള ഒരു ഗസ്റ്റിന്റെ രീതിയുണ്ട്. പഴയ കാലത്തുള്ള ഗസ്റ്റിന്റെ രീതി നമ്മൾപ്പെട്ട പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഉറുദു ജമാഅത്തുകൾ ആദ്യമൊക്കെ വന്നിരുന്ന ഉറുദു ജമാഅത്തിനും ഗസ്റ്റിന്റെ രീതി ഒരുപാട് മുസാഫഹ ചെയ്യും. മുസാഫഹ ചെയ്തിട്ട് പറയും, ദേഖോ ഭായി ഹം സബ് കലിമ പഠായ ലാ ഇലാഹ ഇല്ലല്ലാ, നമ്മളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമ പറഞ്ഞു വരാണല്ലോ, ആബ്ദിയ കലിമ പടോ, നിങ്ങൾ ഈ കലിമ എന്ന് പറയാൻ പറയും. അപ്പോ അല്ലാമ ഗഫർ അഹ്മദ് ഥാനവി അന്ന് മുത്തഅല്ലിമാണ്. അദ്ദേഹം പറയുകയാണ്, ഞാനാകെ വിറച്ച് വിയർത്ത് ഞാൻ ഭൂമിയിലേക്ക് ആണ്ടുപോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇന്ത്യയുടെ എല്ലാ പ്രധാനപ്പെട്ട ആലിമീങ്ങളും തസ്കിയത്തിന് വരുന്ന, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അവാം ദീനിയായ ആൾക്കാരെല്ലാം തസ്കിയത്തിന് വരുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ തസ്കിയത്തിന് വേണ്ടി ദിവസവും ഒരുമിച്ച് കൂടുന്ന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹിയുടെ ഖാൻഖാഹിന്റെ തൊട്ടുവാതിലിൽ താമസിക്കുന്ന അഹമ്മദ് ഭായി, അദ്ദേഹത്തിന് നമസ്കാരമില്ല എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ പറയാൻ അദ്ദേഹത്തിന് അറിയില്ല. അപ്പോ ഇങ്ങനെ കുറെ വീടുകൾ ഗസ്റ്റ് നടത്തി ഈ അനുഭവങ്ങളുമായിട്ട് ഥാനവി റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ പോയിട്ട് ഥാനവി റഹ്മത്തുള്ളാഹിയുടെ കാർഗുസാരി പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൗലവി ഇല്യാസിനെ ഹമാരെ യാസ്കോ ആസ്സെ ബദൽ ദിയ. ഇന്നലെ വരെയും നമ്മൾ ചിന്തിച്ചിരുന്നു, ഈ അവാമ് പറഞ്ഞ ആലിമ്യങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത ഈ അവാമെ, അവരോട് ഈ അവാമ് പോയിട്ട് തബ്ലീഗ് നടത്തി അവരെങ്ങനെ മാറാനാണ് എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് മൗലവി ഇല്യാസ് നമ്മുടെ നിരാശയെ പ്രതീക്ഷയാക്കിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ അവാമിന്റെ വിഷയത്തിൽ നമ്മൾ ദഅവത്ത് അവാമിലേക്ക് ഇറങ്ങി ദഅവത്ത് ചെയ്യുന്നതിൽ നിന്നും ഒരല്പം അശ്രദ്ധമാവുകയാണെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊക്കെയായിരിക്കും. അതായത് നമ്മുടെ തൊട്ട് മുന്നിലുള്ള ആൾക്കാർ കലിമ പറയാതെ മരിച്ചുപോകും. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഖിദ്മത്തുകൾ, നാം ചെയ്യുന്ന സേവനങ്ങൾ വലിയ സേവനങ്ങൾ തന്നെയാണ്, വലിയ സേവനങ്ങൾ തന്നെയാണ്. പക്ഷേ ആ സേവനങ്ങൾക്കിടയിലും നമ്മുടെ ചുറ്റുഭാഗത്ത് പല ആൾക്കാരും കലിമ പറയാതെ മരിച്ചുപോകുന്ന അവസ്ഥയുണ്ടാകും. അവസാനം ഏതെങ്കിലുമൊക്കെ ആൾക്കാർ വന്ന് കയറിയിട്ട്, നമ്മുടെ നാടുകളിലേക്ക് വന്ന് കയറിയിട്ട്, സമർക്കന്ദിലും ബുഖാറയിലും സംഭവിച്ചതുപോലെ നഊദു ബില്ലാഹ് നമ്മൾ അവാമിൽ നിന്നും ഒരല്പം അശ്രദ്ധമായി കഴിയുമ്പോൾ ആ അവാമ് അള്ളാഹു ഇല്ലെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോകുന്നവരാകും. പലപ്പോഴും നമ്മളൊന്നും അതൊക്കെ ചിലപ്പം അറിയുക പോലും ചെയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ആയിപ്പോവുകയും ചെയ്യും. ഒരു ജമാഅത്തെ ഈ ഒരു മാസത്തിനുള്ളിൽ സംഭവിച്ച സംഭവമാണ്. ഒരു ജമാഅത്ത് തളിപ്പറമ്പിൽ നിന്നുള്ള ഒരു ജമാഅത്ത് കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുകയാണ്. ആ ജമാഅത്ത് ഇങ്ങനെ ഒരു പള്ളിയിൽ പോയി, അവിടെ അപ്പൊ അന്ന് ഉസ്താദ് പറഞ്ഞു, നേരെ മുന്നിലെ കടക്കാരൻ അയാൾ തീരെ പള്ളിയിലേക്ക് വരുന്നില്ല. അപ്പോ ജമാഅത്തെ അയാളെ പോയി തഷ്കീലൊന്നും ചെയ്തില്ല. അയാളുടെ അടുക്കൽ പോയി കൂൾ ബാറാണ്, അവിടെ പോയി ചായ കുടിക്കും, കൂൾ ഡ്രിങ്ക്സ് കുടിക്കും. ഇങ്ങനെ അദ്ദേഹവുമായിട്ട് നല്ലൊരു ബന്ധമാക്കി ജമാഅത്തെ, നല്ലൊരു സ്നേഹബന്ധത്തിലായി കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തെ 3 ദിവസത്തേക്ക് തഷ്കീൽ ചെയ്തു. അപ്പൊ 3 ദിവസത്തേക്ക് തഷ്കീൽ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് നിരസിക്കാൻ കഴിഞ്ഞില്ല, കാരണം അത്രയും വലിയൊരു ബന്ധമായി. അപ്പോ അദ്ദേഹത്തെ ഇങ്ങോട്ട് 3 ദിവസം പോയി. 3 ദിവസം പോകാൻ വേണ്ടി റവാങ്കിക്ക് ഹിദായത്തെ 1 മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞതും അദ്ദേഹം നേരെ പോയി ഒന്നു ചെയ്തിട്ട് വന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. തിരിച്ചു വന്നിരുന്നപ്പോ ചോദിച്ചു, നിങ്ങൾ എന്താ നമസ്കരിച്ചത്? പറഞ്ഞു, തൗബയുടെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ അതാണ് ഇപ്പൊ നിസ്കരിച്ചതെന്ന് പറഞ്ഞു. 3 ദിവസം ഈ ജമാഅത്തിനോടൊപ്പം കഴിഞ്ഞു. 3ാമത്തെ ദിവസം അദ്ദേഹം വലിയ കരച്ചിൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹ് ഇല്ലെന്ന് ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്ന ആ ആശയത്തിലേക്ക് ഈ നാട്ടിലുള്ള നൂറുകണക്കിന് യുവാക്കളെ മാറ്റിക്കഴിഞ്ഞ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഈ 3 ദിവസം കൊണ്ട് എനിക്ക് സത്യം മനസ്സിലായി. പക്ഷെ ഞാൻ വഴിപിഴപ്പിച്ച നൂറുകണക്കിന് യുവാക്കൾ ഇപ്പോഴും ഈ ചുറ്റുഭാഗത്തുണ്ടെന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ വിലപ്പെട്ട ഖിദ്മത്തുകൾക്കിടയിൽ അവാമുമായിട്ടുള്ള ബന്ധം നമുക്ക് കുറഞ്ഞു പോവുകയാണെങ്കിൽ പലപ്പോഴും അവാമ് ഇതേ നിലയിലുള്ള അവസ്ഥയിലേക്ക് എത്തും. ഇതിനുപോലെ നമ്മുടെ ചെറിയൊരു ത്യാഗത്തിന് നമ്മൾ തയ്യാറാകുകയാണെങ്കിലോ, ചെറിയൊരു ത്യാഗത്തിന് നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉമ്മത്തെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വലിയ കാരണക്കാരാക്കി അള്ളാഹു തആല നമ്മളെ മാറ്റും. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വലിയ കഴിവൊന്നുമുള്ളവരല്ല, പക്ഷേ ഒരു ചെറിയ ഉമ്മത്തിന് എങ്ങനെയെങ്കിലും അള്ളാഹുവിലേക്ക് അടുപ്പിക്കണമെന്നുള്ള ഫിക്റുണ്ടായപ്പോൾ അള്ളാഹു തആല അവരെ ഏറ്റെടുത്ത സംഭവങ്ങൾ. അക്ബർ ചക്രവർത്തി ഭരിച്ച ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏതാ? ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെ വിശാലമായ ഒരു ഭൂപ്രദേശമാണ്. അതിന്റെ ചക്രവർത്തിയായ അക്ബർ ചക്രവർത്തിയോട് പോയിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാർ എന്തെങ്കിലുമൊക്കെ ദുന്യാവ് കിട്ടാൻ വേണ്ടി അവരെന്തെങ്കിലും ദീനിലുള്ള റുഖ്സകൾ പറഞ്ഞു കൊടുക്കും. റുഖ്സ പറഞ്ഞു കൊടുത്താലല്ലേ രാജാവിന് സന്തോഷം ഉണ്ടാവും.
അവർ റുഖ്സയൊക്കെ അവസാനം പറഞ്ഞു തീർന്നേ. അവസാനം എന്തായി? പിന്നെ ഹറാമിന് റുഖ്സയാക്കാൻ തുടങ്ങി. ഒരാൾ പോയിട്ട് പറഞ്ഞ് കള്ള് ഇച്ചിരി ലഹരി കുറഞ്ഞതാണെങ്കിലോ കുടിച്ച കുഴപ്പമില്ല. അടുത്തയാള് പറഞ്ഞ് കള്ള്, പിന്നെ അടുത്തയാള് പോയിട്ട് പറയുന്നത് അതിനേക്കാൾ കട്ടിയുള്ളതല്ലേ പറയാൻ പറ്റും. അടുത്തയാള് പോയിട്ട് പറഞ്ഞ് കള്ള് അത് പ്രശ്നമില്ല. അടുത്തയാള് പട്ട് ഹറാമാക്കി, മൂന്നാമത്തെ ആള് ഇങ്ങനെ ഓരോന്നും ഓരോ ഹറാമുകളും ഹലാലാക്കിക്കൊണ്ടിരുന്നു. അവസാനം പിന്നെ ഒന്നും ബാക്കിയില്ലാതായി. അവസാനം വലിയ കഴിവുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവസാനം അവർക്ക് കിട്ടിയതെന്താ? അവർ അവസാനം സാക്ഷാൽ ഇസ്ലാമാകുന്ന പാത്രം തന്നെ കൊണ്ടുപോയിട്ട് അക്ബർ ചക്രവർത്തിയുടെ മുന്നിൽ കൊണ്ടുപോയി പൊട്ടിക്കാൻ തയ്യാറായി. അവർ പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ 1000 വർഷമായിരുന്നു അതിന്റെ ആയുസ്, അത് കഴിഞ്ഞു, ഇപ്പൊ രണ്ടാമത്തെ 1000 തുടങ്ങുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിന്റെ വാലിഡിറ്റി ഒക്കെ തീർന്നുപോയി, ഇനി ഒരു പുതിയ മതം ഉണ്ടാക്കണം. അതിന് ഇപ്പൊ ലോകത്ത് ആർക്കാ കഴിയുന്നത്? ഇത്രയും വലിയ മുസ്ലിമീങ്ങൾ കൂട്ടമായിട്ട് താമസിക്കുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ ഭരണാധികാരിയായ ചക്രവർത്തിയായ നിങ്ങളെ തന്നെയാണ് അല്ലാഹു തആല അതിനെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് അക്ബർ ചക്രവർത്തിയെ കൊണ്ട് ദീനിലാഹി ഉണ്ടാക്കി. പിഴച്ച പണ്ഡിതന്മാർ ചെയ്ത പണിയാണ്. ഇല്ലെങ്കിൽ അക്ബർ ചക്രവർത്തി ചെറുപ്പത്തിൽ ദീനുള്ള മനുഷ്യനായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ മോന്റെ പേരെന്താ? ജഹാംഗീർ എന്നാണ് നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്നത്. പക്ഷെ ജഹാംഗീറിന്റെ ശരിക്കുമുള്ള പേര്, അയാളുടെ പേര് സലീം എന്നായിരുന്നു. കാരണം സലീം ചിശ്തി എന്ന് പറഞ്ഞ് അക്ബർ ചക്രവർത്തി കാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹാന്റെ പേരായിരുന്നു സ്വന്തം പ്രിയപ്പെട്ട മോന് അക്ബർ ചക്രവർത്തി വെച്ചത്. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ പള്ളിയിൽ അദ്ദേഹം സ്വന്തമായിട്ടായിരുന്നു ആ പള്ളി ക്ലീൻ ചെയ്യുന്നത്. ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന അദ്ദേഹമായിരുന്നു. ഇമാമില്ലെങ്കിൽ ഇമാമാകുന്നത് പോലും അക്ബർ ആയിരുന്നു. ഈ സലീം ചിശ്തി എന്ന് പറയുന്ന മഹാനെ കാണാൻ പോകുമ്പോൾ ഒരിക്കലും അക്ബർ ചക്രവർത്തി ചെരുപ്പിട്ട് പോവുകയില്ലായിരുന്നു. ഇത്രയും വലിയ ആലിമ്യങ്ങളോട് ആദരവുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ ആലിമ്യങ്ങളെ മുതലെടുത്ത് അക്ബർ ചക്രവർത്തിയെ വഴിപിഴപ്പിച്ചു. അവസാനം അദ്ദേഹം ദിന്നിലാഹി ഉണ്ടാക്കി. ഇസ്ലാമിലില്ലാത്ത മുഴുവൻ കാര്യങ്ങളും ഇസ്ലാം എന്നുള്ള പേരിൽ കൊണ്ടുവന്നു ദിന്നിലാഹി ഉണ്ടാക്കി. അവസാനം ഇതിനെ എങ്ങനെ ഇല്ലാതാക്കണം? ഇതിനെ ഇത്രയും വലിയൊരു ഭൂപ്രദേശത്തു നിന്നും ഇസ്ലാം ഇല്ലാതാവുകയാണ്. ഇതിനെ എങ്ങനെ നേരിടണം? ഒരു പാവപ്പെട്ട, ഒരു പട്ടാളവുമില്ല, ഒരാൾ പോലും കൂടെയില്ലാത്ത അഹമ്മദ് ഫാറൂഖ് സർഹന്ദി മുജദ്ദിദ് അൽഫസാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിനെതിരെ ഇറങ്ങി. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഇറങ്ങിയിട്ട് ചെയ്തത് ചെറിയ പരിശ്രമം. എല്ലാ നാടുകളിൽ നിന്നും ആലിമ്യങ്ങളെ അദ്ദേഹത്തിന്റെ ഖാൻഖാഹിലേക്ക് വിളിച്ച് തർബിയത്ത് കൊടുത്ത് ഓരോ നാടുകളിലേക്ക് അയച്ചു. അവരെ കൊണ്ട് ഓരോരോ നാടുകളിൽ മാറ്റമുണ്ടാക്കി. കൂടാതെ ഓരോ നാടുകളിലുള്ള ആലിമ്യങ്ങൾക്ക് കത്തുകൾ എഴുതി, ഭരണവുമായി ബന്ധപ്പെട്ടവർക്ക് കത്തുകൾ എഴുതി, അവരുടെ തസ്കിയത്തിന് ആവശ്യമായ നസീഹത്തുകളുമായി കത്തുകൾ എഴുതി. കത്തുകളിലൂടെ ചെയ്ത പരിശ്രമം, ആലിമ്യങ്ങളിലൂടെ ചെയ്ത പരിശ്രമം വെറും അക്ബർ ചക്രവർത്തിയുടെ കണ്ണടഞ്ഞതോടുകൂടി അക്ബർ ചക്രവർത്തിയുടെ ജഡം കൊണ്ടുപോയി ഖബറിൽ വെച്ച് അതിന് മുകളിൽ 2 മീസാൻ കല്ല് നാട്ടിയപ്പോൾ തന്നെ ദിന്നിലാഹി എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ മുകളിൽ 2 മീസാൻ കല്ലുകൾ നാട്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. മകനായ ജഹാംഗീർ ചക്രവർത്തി നേരിട്ട് ഷെയ്ഖ് അഹമ്മദ് ഫാറൂഖ് സർഹന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയെ ബൈഅത്ത് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇതൊക്കെ എപ്പോഴാണ്? ഒരു മഹാൻ ഒരു ഫിക്രോടുകൂടി ഇറങ്ങിയപ്പോഴാണ്. അതുകൊണ്ട് നാമും ഒരല്പം ഫിക്രോടുകൂടി ഇറങ്ങാൻ തയ്യാറാകുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മയും ഇതേ നിലയിൽ സ്വീകരിക്കും. ബഹുമാനപ്പെട്ട ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ചരിത്രം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഇല്യാസ് റഹ്മത്തുള്ളാഹിയുടെ പരിശ്രമ രീതി ആദ്യം ബഹുമാനപ്പെട്ട ഇല്യാസ് റഹ്മത്തുള്ളാഹിയുടെ പിതാവായ മൗലാന മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു ആലിമ് ഒന്ന് സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി ഇബാദത്തിൽ കഴിയണം. അതിനുവേണ്ടി അദ്ദേഹം ഇറങ്ങിപ്പോയി കണ്ടുപിടിച്ചത് കാട്ടിലുള്ള ഒരു പള്ളി, അതായിരുന്നു നിസാമുദ്ദീൻ ബംഗ്ലാവ് അലി മസ്ജിദ്. അപ്പൊ ബംഗ്ലാവ് അലി മസ്ജിദ് എന്ന് പറഞ്ഞാൽ പിന്നെ മുഗൾ ചക്രവർത്തിമാര് വേട്ടയ്ക്ക് വരുന്ന കാടാണത്. അപ്പൊ കാട്ടിൽ വരുമ്പോൾ നമസ്കരിക്കാൻ വേണ്ടി അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. അപ്പൊ പള്ളിയുടെ മുന്നിൽ രാജാവിന് വിശ്രമിക്കാൻ ഒരു പന്തലുണ്ടാക്കി. രാജാവ് വിശ്രമിക്കുന്ന പന്തലെന്ന് പറയാൻ പറ്റും, എന്തെന്ന് പറയണം? ബംഗ്ലാവ് എന്ന് തന്നെ പറയണം. അതുകൊണ്ട് ബംഗ്ലാവ് വാലി മസ്ജിദ്, ബംഗ്ലാവ് ഉള്ള പള്ളി എന്ന പള്ളിക്ക് പേരും വന്നു. ഏതാണെങ്കിലും ബംഗ്ലാവ് വാലി മസ്ജിദിൽ ഇദ്ദേഹം വന്ന് ഇമാമായി ഇസ്മായിൽ റഹ്മത്തുള്ളാഹി. അപ്പൊ മൗലാന ഇസ്മായിൽ സാഹിബ് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ റോഡിൽ ഇറങ്ങി നിൽക്കും. ഇപ്പൊ മേവാത്തുകൾ രാവിലെ ഇങ്ങനെ മേവാത്തിൽ നിന്നും അവർ ഡൽഹിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി വരും. അപ്പൊ അവർക്ക് നടന്ന് തളർന്നു വരുന്ന ആൾക്കാർക്ക് നല്ല തണുത്ത വെള്ളം കുടിക്കാൻ കൊടുക്കും. അപ്പൊ ആ വെള്ളം കുടിക്കുന്ന സമയത്ത് അവരോട് കെലിമ പറഞ്ഞു കൊടുക്കും, ദീനിന്റെ കാര്യങ്ങൾ പറയും. അങ്ങനെ അവർ പോകും. കുറെ ദിവസമായപ്പോൾ ഇദ്ദേഹവുമായിട്ട് നടന്നു വരുന്ന മേവാത്തുകൾക്ക് നല്ലൊരു ബന്ധവും പരിചയവുമായി. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം മകൻ മുഹമ്മദ് റഹ്മത്തുള്ളാഹി ഇതേ പരിശ്രമം അദ്ദേഹം തുടർന്നു. അപ്പോൾ ഇല്യാസ് റഹ്മത്തുള്ളാഹി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദീനി സ്ഥാപനമായ മലാഹിറുൽ ഉലൂമിലെ ഹദീസിന്റെ ഉസ്താദാണ്.
ഈ സമയത്താണ് ജ്യേഷ്ഠൻ മരണപ്പെടുന്നത്. അപ്പോൾ ഈ അനുജനായ ഇല്യാസ് റഹ്മത്തുള്ളാഹിയുടെ ആരോ വന്നിട്ട് പറഞ്ഞു, താങ്കൾ ബംഗ്ലാവലി വസ്തുതയിലേക്ക് വരണം. കാരണം പിതാവും സഹോദരനും ചെയ്തു വെച്ച ഒരു വലിയൊരു പരിശ്രമമുണ്ട്, അത് തുടരണം. അപ്പോ ഇല്യാസ് റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഹദീസിന്റെ ഉസ്താദ് ആ സ്ഥാനമെല്ലാം വിട്ടിട്ട് ബംഗ്ലാവാലി വസ്തുവിൽ വന്ന് അലിഫും ബായും പഠിപ്പിക്കുന്ന ഉസ്താദായി തീരണം. അതിനുവേണ്ടിയാണ് വിളിക്കുന്നത്. പക്ഷെ അത്രയും വലിയൊരു ത്യാഗത്തിന് ഇല്യാസ് റഹ്മത്തുള്ളാഹി തയ്യാറായി ബംഗ്ലാവലി മസ്ജിദിലേക്ക് വന്നു. ബംഗ്ലാവലി മസ്ജിദിൽ വന്നു. അദ്ദേഹം ആ പരിശ്രമം തുടങ്ങി. അദ്ദേഹം പരിശ്രമത്തെ അടുത്ത പടിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഈ മേവാത്തുകൾ വരുമ്പോ അവർക്ക് വെള്ളം കൊടുക്കും. കുറെ ദിവസമായപ്പോ ചോദിച്ച്, നിങ്ങൾക്ക് ഒരു ദിവസം പണിയെടുത്ത് എത്ര കൂലി കിട്ടും? അവർ പറഞ്ഞ് 4 എണ്ണ 4 എണ്ണ കിട്ടുമെന്ന് പറഞ്ഞ് 25 പൈസ. എങ്കിൽ എന്റെ കൂടെ വന്ന് പറഞ്ഞ് അദ്ദേഹം ആ 4 എണ്ണ കൊടുക്കാമെന്ന് പറഞ്ഞ് 25 പൈസ കൂലി വാഗ്ദാനം ചെയ്ത് 4ഉം 5ഉം പേരെ പള്ളിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ആ പള്ളിയിൽ കൊണ്ടുപോയി ആ കിണറ്റിൽ നിന്നും വെള്ളം കോരി അവരുടെ ഡ്രസ്സെല്ലാം കഴുകി അതെല്ലാം ഉണക്കാനിടും. അതിനുശേഷം അദ്ദേഹം അവരെ ഇദ്ദേഹത്തിന്റെ ഡ്രസ്സ് ധരിപ്പിച്ച് കെലിമയും നമസ്കാരവും പഠിപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ളുഹർ ബാങ്കിന്റെ സമയമെത്തുമ്പോൾ ബാങ്ക് കൊടുത്ത് അദ്ദേഹം തന്നെ അവരെ ഒദു ചെയ്യിച്ച് അദ്ദേഹം ഇഖാമത്ത് കൊടുത്ത് എന്നിട്ട് അദ്ദേഹം ഇമാമായിട്ട് നമസ്കരിക്കും. ഇമാമായിട്ട് നമസ്കരിച്ച് ഇവർ സുജൂദിൽ കിടക്കുമ്പോൾ, എല്ലാവരും കൂടി സുജൂദിൽ കിടക്കുമ്പോൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ നിന്നിൽ നിന്നും ഒരുപാട് അകന്നുപോയ ദാസന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് നിന്റെ മുന്നിൽ ഞാൻ ഇട്ടിരിക്കുകയാണ്, അള്ളാഹു എന്നെ കബൂലാക്കണേ എന്ന് ദുആ ചെയ്യുമായിരുന്നു. അള്ളാഹു തആല കബൂലാക്കിയപ്പോൾ എന്ത് വലിയ അത്ഭുതമുണ്ടായി. മൗലാന മൻസൂർ നുഅ്മാനി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഞങ്ങൾ നിസാമുദ്ദീനിലേക്ക് ആദ്യ കാലത്തൊക്കെ പോകുമ്പോ ഞങ്ങൾക്കറിയാം അവിടെ മൗലവി ഇല്യാസ് എന്ന് പറയുന്ന ഒരു മുദരിസ് ഉണ്ടെന്ന്. ഞങ്ങൾ ഒരിക്കലും അയാളെ കാണാനൊന്നും പോകുകയായിരുന്നു. കാരണം ഒരു സാധാരണ മുസ്ലിയാരല്ലേ, എന്തിനാ കാണാൻ പോകുന്നത്? പക്ഷെ തബ്ലീഗിന്റെ പരിശ്രമം തുടങ്ങി വലിയ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നപ്പോൾ ഞാനും മൗലാന അബുൽ ഹസൻ അലി നദവിയും എപ്പോൾ നിസാമുദ്ദീനിൽ ഡൽഹിയിൽ പോവുകയാണെങ്കിലും മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹിയെ കാണാതെ പോകാറേ ഇല്ലായിരുന്നു. പിന്നീട് ഞങ്ങളുടെ ഷെയ്ഖ് അല്ലാമ അബ്ദുൽ ഖാദർ റായ്പൂരി റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ പോകുമ്പോ റായ്പൂരി റഹ്മത്തുള്ളാഹി അലി ഞങ്ങളോട് പറയുന്നത് തന്നെ, റായ്പൂരിൽ നിന്നും നിസാമുദ്ദീൻ വഴി മാത്രമേ നിങ്ങൾ ലഖ്നൌയിലേക്ക് പോകാവൂ. അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു ഈ മഹാനെ കാണാതെ പോകരുതെന്ന്. അപ്പോൾ ഇത്രയും വലിയ മാറ്റം ഒരു ഉമ്മത്തിന് കുറച്ച് ചെറിയൊരു ഫിക്ർ ചെയ്തപ്പോൾ അള്ളാഹു തആല അള്ളാഹുമായിട്ട് ഇത്രയും വലിയ അടുപ്പം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു. രണ്ടാമത് അള്ളാഹു എത്ര വലിയ അടുപ്പമാണ് അള്ളാഹു തആല അള്ളാഹുമായിട്ട് ഉണ്ടാക്കി കൊടുത്തത്. മൗലാന മൻസൂർ നുഅ്മാനിയും മൗലാന അബുൽ ഹസൻ അലി നദവി റഹ്മത്തുള്ളാഹിയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരാളുടെ മുന്നിൽ സ്വർഗവും നരകവും കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇല്യാസ് റഹ്മത്തുള്ളാഹിയുടെ ജീവിതം അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലായിരുന്നു. ഇതേ നിലയിലുള്ള ആത്മീയമായ പുരോഗതി അള്ളാഹു തആല ഈ പരിശ്രമങ്ങളുടെ പേരിൽ കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, നമ്മൾ നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തമാണ്, അള്ളാഹു തആല നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. നാം എല്ലാം അൽഹംദുലില്ലാഹ് തഅലീം തദ്രീസ് അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്നവരാണ്. മഹല്ലിൽ നിൽക്കുന്നവർ, ആ മഹല്ലിലെ ഉമ്മത്തിന്റെ തസ്കിയത്തിന് വേണ്ടി ദറസിൽ നിൽക്കുന്നവർ, മുതഅല്ലിമീങ്ങളുടെ തസ്കിയത്തിന് വേണ്ടി വലിയ സമയം ചെലവഴിക്കുന്നവരാണ്. ഇതോടൊപ്പം നമുക്ക് മൂന്നാമതായിട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എന്താ? നമുക്ക് ഉമ്മത്തിനെ അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള ഒരു പരിശ്രമം, തബ്ലീഗ് ദഅവത്തിന്റെ മഹത്തായ പരിശ്രമം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നു. ഈ പരിശ്രമത്തിൽ നാം ഒരല്പം മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ അള്ളാഹു തആല ആ മഹാന്മാർക്ക് കൊടുത്ത നിലയിലുള്ള ഉയർന്ന കഴിവുകൾ അള്ളാഹു തആല നമുക്ക് തരും. അള്ളാഹുമായിട്ടുള്ള ഉയർന്ന ബന്ധം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. നാം കാരണമായിട്ട് ഉലമായെ രംഗത്തിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹു തആല നാം കാരണമായിട്ട് വലിയ നിലയിൽ, ഏറ്റവും ഉയർന്ന നിലയിൽ ഉമ്മത്തിന്റെ വലിയൊരു സമൂഹത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റമുണ്ടാക്കും. മെവാത്തുകൾ ആരായിരുന്നു? മെവാത്തുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം മുസ്ലിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? 2 പെരുന്നാൾ ആഘോഷിക്കും, അതാണ് മിനിമം മുസ്ലിമേ. പക്ഷെ മേവാത്തുകൾ 100% മുസ്ലിമീങ്ങളായിരുന്നു. ആ മേവാത്തുകളെ ആഘോഷിക്കുന്ന 2 ആഘോഷ ദിനങ്ങൾ പോലും ദീപാവലിയും ഹോളിയും ഒക്കെയായിരുന്നു. പെരുന്നാൾ പോലും ആഘോഷിക്കാത്ത മുസ്ലിമീങ്ങൾ. പക്ഷേ ഇന്ന് മാഷാ അല്ലാഹ് അവരെത്ര മാറ്റം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ കൊടുത്തു. ഇന്ന് ലോകത്ത് എവിടെയെല്ലാം ദീനിന്റെ പരിശ്രമം നടക്കുന്നോ അവിടെയെല്ലാം ഭാഷ അറിയാത്ത, ഒന്നും അറിയാത്ത ആ സാധാരണക്കാരായ മേവാത്തുകൾ പോയി ഉണ്ടാക്കിയ പരിശ്രമമാണ്. ഈ അടുത്ത കാലത്ത് മേവാത്തിലേക്ക് വന്ന് മേവാത്തുകളായ കുറെ 10-13 പേര് നിസാമുദ്ദീനിൽ വന്നത് ഏകദേശം 25-30 ലക്ഷം രൂപയുടെ ഇടയിലുള്ള പൈസയുമായിട്ട് ഓരോരുത്തരും വന്ന് 10-13 പേര് ലോകത്തിന്റെ ഏത് ദൂര നാടുകളിലേക്ക് ഞങ്ങളെ എവിടേക്ക് വേണേലും അയച്ചോ, എത്ര കാലത്തേക്ക് വേണമെങ്കിലും അയച്ചോ,
പോയി പറയുന്ന അത്രയും കാലം ഈ പണം മുഴുവൻ തീരുന്നതുവരെ ഞങ്ങൾ പരിശ്രമിച്ചോളാമെന്ന് പറഞ്ഞ് അവർ വന്നു. മലയാളികൾ ആരോ ഈ കാർഗുദാരി കേട്ടപ്പോ എന്ന് പറഞ്ഞ്, അപ്പോ സഅദ് മൗലാന കാർഗുദാരി പറഞ്ഞ് സഅദ് മൗലാന ചോദിച്ച്, നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണത്തിന് എത്ര പൈസയാവുമെന്ന് ചോദിച്ചു. 27 ലക്ഷത്തിന് നിങ്ങളുടെ വീട്ടിലെ കല്യാണം നടക്കുമെന്ന് ചോദിച്ചു. നമുക്കറിയാം നമ്മുടെ എല്ലാം വീടുകളിൽ പലപ്പോഴും നടക്കുന്ന കല്യാണങ്ങളുടെ ഒക്കെ അവസ്ഥ അതിനേക്കാളൊക്കെ മുകളിലാണ്. പക്ഷെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജനറിൽ കൊടുക്കാൻ തയ്യാറായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ അള്ളാഹുവിന്റെ അപ്പോ അതായത് എല്ലാ ശ്രമത്താരും ഒരു ത്യാഗത്തിന് തയ്യാറായപ്പോൾ ഇത്രയും വലിയ ഒരു പരിവർത്തനം, വലിയൊരു മാറ്റത്തിന് തയ്യാറാകുന്ന നിലയിൽ ഉമ്മത്ത് മാറി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, നിയ്യത്ത് ചെയ്യാം. അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ നമ്മളോട് പറയുന്നത് എന്താ? നമുക്ക് ഈ പരിശ്രമത്തിന് ബന്ധം കിട്ടാൻ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ഒരു വർഷം അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെടണം. മാഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതാണ് ഒരു വർഷം പുറപ്പെടാൻ.